നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ സിനിമാ മേഖലയിലുള്ളവരുടെ നേരെ തുടർച്ചയായ ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. നടനും MLA-യുമായ മുകേഷിനെതിരെയും ഗൗരവമേറിയ ആരോപണം പല സ്ത്രീകളിൽ നിന്നും ഉയർന്നു വന്നിരുന്നു. ഇതിനെ തുടർന്ന് മുകേഷിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ മുകേഷിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ്. കോടതി ഇപ്പോൾ മുകേഷിന്റെ അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് മുകേഷിന്റെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത്. അടുത്ത മാസം 3-ാം തീയതി വരെയാണ്, അതായത് സെപ്റ്റംബർ മാസം 3-ാം തീയതി വരെയാണ് മുകേഷിന്റെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത്. മുകേഷിനെതിരെ ഗുരുതരമായ കുറ്റങ്ങൾ ചൂണ്ടിക്കാട്ടി ബലാത്സംഗവും ഭീഷണിപ്പെടുത്തലും അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് FIR തയ്യാറാക്കിയത്. എന്നാൽ മുകേഷ് എറണാകുളം സെഷൻസ് കോടതിയെ സമീപിച്ച് മുൻകൂർ ജാമ്യം നേടിയിരിക്കുകയാണ്. അതുപോലെ ഏവരെയും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് സിനിമാ മേഖലയിൽ നിന്നും ഓരോ മണിക്കൂറിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഉള്ള ഓരോ മണിക്കൂറിലും അല്ലെങ്കിൽ ഓരോ ദിവസങ്ങളിലും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതുപോലെ ഞെട്ടിക്കുന്ന വിവരം ഇതാണ്. സിനിമയിലെ പവർ ഗ്രൂപ്പിലെ പ്രധാനി ദിലീപാണെന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. 2017 വരെ മലയാള സിനിമയുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചിരുന്നത് ദിലീപാണ് എന്നതാണ് പുറത്തു വരുന്ന വാർത്ത. ദിലീപിന്റെ ഇടപെടൽ മൂലം അവസരങ്ങൾ നഷ്ടപ്പെട്ടവരിൽ പ്രമുഖ നടന്മാരും നടിമാരും പൃഥ്വിരാജ്, കുഞ്ചാക്കോ ബോബൻ, ഭാവന, പാർവതി തിരുവോത്ത് തുടങ്ങിയവർ പട്ടികയിൽ പെടുന്നു. അതുപോലെ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷം WCC എന്ന സംഘടന രൂപപ്പെട്ടു. എന്നാൽ ആ സംഘടനയിൽപ്പെട്ട സ്ത്രീകൾക്ക് ആർക്കും പഴയതുപോലെ അവസരങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. WCCയിൽ അംഗമായവരെയും ആക്രമിക്കപ്പെട്ട നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചവരെയും ഒതുക്കിക്കളഞ്ഞു എന്നതാണ് പുറത്തു വരുന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ. സിനിമാ സംവിധായകനായ വിനയനും അതുപോലെ നടി ഷക്കീലയും വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. മമ്മൂട്ടിയും മോഹൻലാലും പവർ ഗ്രൂപ്പിലുണ്ട് എന്നതാണ് ഷക്കീല വെളിപ്പെടുത്തിയത്. അതുപോലെ തന്നെ സിനിമാ സെറ്റുകളിലെ കാരവാൻ ഉപയോഗിക്കുന്നത് വസ്ത്രം മാറുന്നതിന് മാത്രമല്ല എന്നതും ലൈംഗിക അതിക്രമങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ, കൊടുക്കൽ വാങ്ങലുകളെല്ലാം അതിനുള്ളിൽ നടക്കുന്നുണ്ട് എന്നതാണ് ഷക്കീല തുറന്നടിക്കുന്നത്. എന്തായാലും സിനിമാ മേഖലയ്ക്ക് ഇപ്പോൾ ശനിദശ തന്നെയാണ്. അതുപോലെ നടൻ സിദ്ദിഖിനെതിരെ ഉയർന്നു വരുന്ന ലൈംഗിക ആരോപണത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അതിനെ തുടർന്നുള്ള അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നു. വളരെ വേഗത്തിലാണ് പോലീസിന്റെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സിദ്ദിഖിനെതിരായ ആരോപണത്തിൽ യുവനടി മൊഴി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് മസ്കോട്ട് ഹോട്ടലിൽ അവിടുത്തെ രജിസ്റ്റർ പരിശോധിച്ചു. അവിടെ നിന്നും നടി പറഞ്ഞ ദിവസം നടൻ സിദ്ദിഖ് ഹോട്ടലിലെ താമസക്കാരനായിരുന്നു എന്നതും ഒരു നിർണായക തെളിവായി മാറിയിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ആ ഒരു തെളിവ് വലിയൊരു വഴിത്തിരിവായി തന്നെ കണക്കാക്കാം. നടി പോലീസിന് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആ മൊഴിയിൽ പറഞ്ഞിരിക്കുന്ന അതേ ദിവസം അതേ തീയതിയിൽ നടൻ സിദ്ദിഖ് തിരുവനന്തപുരത്തുള്ള മസ്കോട്ട് ഹോട്ടലിൽ താമസക്കാരനായിരുന്നു എന്നതാണ് ഇപ്പോൾ പോലീസ് മനസ്സിലാക്കിയിരിക്കുന്ന വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി അന്വേഷണം അങ്ങോട്ട് പുരോഗമിക്കുക. നടിയുടെ രഹസ്യമൊഴി പോലീസ് ശേഖരിക്കുന്നതോടൊപ്പം തന്നെ നടിയുടെ മാതാപിതാക്കളുടെ മൊഴിയും രേഖപ്പെടുത്തും. സിനിമയിൽ അച്ഛനായും സഹോദരനായും നമ്മുടെ സുഹൃത്തായും ഒക്കെ നമ്മുടെ വീട്ടിലുള്ളവരെ കാണുന്നത് പോലെ കണ്ട് മനസ്സിൽ ഒരു ഇടം നേടിയെടുത്ത നടന്മാർ, അരങ്ങ് തകർത്താടിയവർ മലയാളികളുടെ മനസ്സിൽ നിന്നും ഇപ്പോൾ പടിയിറങ്ങുന്ന അവസ്ഥയാണ്. വലിയ പ്രതിഷേധമാണ് ചുറ്റിലും ഉയരുന്നത്. എന്തായാലും ഈ വിഷയങ്ങളെക്കുറിച്ച് പ്രിയ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമന്റിലൂടെ.